ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇഷ്ടംപോലെ ട്രേഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. 4-5 ഫുൾ ടാർഗറ്റ് വന്നുള്ള ദിവസം കൂടിയാണെന്ന്. നമുക്ക് സെൻസസ്, ബാങ്ക് നിഫ്റ്റി ഈ 3 സെക്ഷനിലും ഫുൾ ടാർഗറ്റുകൾ വന്നിട്ടുണ്ട്. നിഫ്റ്റി 2 ഫുൾ ടാർഗറ്റ് വന്നിട്ടുണ്ട്. അത് രണ്ടും കിട്ടിയത് ഫ്രീ ഗ്രൂപ്പിലാണ്. അപ്പോൾ ഫ്രീ ഗ്രൂപ്പിൽ ആരെങ്കിലുമൊക്കെ നന്നായിട്ട് ട്രേഡ് എടുത്തുകൊണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റിൽ വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ പലരും ട്രേഡിങ്ങിനെ കുറിച്ച് വലിയ അറിവുകളില്ലാത്ത ആൾക്കാരായിരിക്കും. 1 മാസമായിട്ട് അല്ലെങ്കിൽ 2 മാസമായിട്ട് 6 മാസമായിട്ട് 1 കൊല്ലമായിട്ട് നിങ്ങൾ ട്രേഡിങ്ങിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു ബേസ്മെൻറ്റാണ്. ബേസ്മെൻ്റ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എന്താണ് ട്രേഡിങ്, എന്താണ് ഓപ്ഷൻ ചെയിൻ, എന്താണ് ഗ്രീക്സ്, എന്താണ് തീറ്റ DK, പിന്നെ OI ഡാറ്റ വെച്ചിട്ട് അങ്ങനെ ട്രേഡ് എടുക്കാം. ഇതൊക്കെ നിങ്ങൾക്കറിയണം. അതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു നോളജാണ്. ഞാനിവിടെ ഒരു ഫ്രീ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ ട്രേഡർ എന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് എൻ്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് DM ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. ട്രേഡിങ്ങിലൊക്കെ ഒന്നും തുടങ്ങണം, നല്ല സക്സസ് റേറ്റ് വരണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ അത് ബൈ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റാണ്, മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു മാർക്കറ്റിൽ നിങ്ങൾക്ക് പെയ്ഡായിട്ട് കിട്ടുന്ന കുറേ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വീഡിയോയുടെ ഉള്ളിൽ അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടണത്. നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ഉപകാരം തന്നെയായിരിക്കും. പിന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സബ്ജക്റ്റിനെയോ ടോപ്പിക്കിനെയോ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെയ്ഡായിട്ട് കിട്ടുന്ന കോഴ്സുകളാണെങ്കിലും ശരി, ഫ്രീ ആയിട്ട് കിട്ടുന്ന കോഴ്സുകളാണെങ്കിലും ശരി, ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഫ്രീ ടൈം അനുസരിച്ച് ഞാൻ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും, ഫ്രീ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നിഫ്റ്റി ലെവൽസ് ഇത്രയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന കാര്യങ്ങൾ മാത്രം നോക്കാം. ഇന്ന് കറക്റ്റായിട്ടൊരു റെസിസ്റ്റൻസിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു അടിയിലേക്ക് ഒരു മൊമെൻറ്റോ, അങ്ങനത്തെ 2 മൊമെൻറ്റാണ് ഇന്ന് വന്നത്. അതായത് സിയും വന്നിട്ടുണ്ട്, പിയും വന്നിട്ടുണ്ട്, 2 സൈഡിലേക്ക്. ഇപ്പോൾ ഈ 2 ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഈ രാവിലത്തെ ഈ ഒരു മൊമെൻറ്റം മാത്രം. ഈ ഒരു സെക്ഷൻ നമുക്ക് നല്ല രീതിക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ എല്ലാവർക്കും പറ്റിയിട്ടുണ്ടാവും ഈ ഒരു സെക്ഷനിൽ. പിന്നെയാണ് ഈ ഒരു സെക്ഷൻ വരണത്. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കൺസോൾട്ടേഷനാണ്. ഇവിടെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ നമ്മൾ 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, 2 SL. ഇത് പെയ്ഡ് ഗ്രൂപ്പിലാണ് കിട്ടിയത്, നിഫ്റ്റിയിലാണ് കിട്ടിയത്. വേറെ സെഗ്മെൻറ്റിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് 2 SL വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ടോട്ടൽ നമുക്ക് ഇത്രയും സ്ട്രൈക്കുള്ള ട്രേഡ് ഉണ്ടായിരുന്നു കേട്ടോ. സെൻസസ്, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എല്ലാ സെഗ്മെൻറ്റ്സിലും ഒന്ന് പെയ്ഡ് ഗ്രൂപ്പിൽ ട്രേഡ് കൊടുത്തിട്ടുണ്ട്. എല്ലാ സെഗ്മെൻറ്റ്സിലും നല്ല ബ്ലാസ്റ്റിങ് പ്രോഫിറ്റ് കിട്ടാൻ നല്ല സാധ്യതയുള്ള ദിവസം കൂടിയായിരുന്നു. നമുക്ക് ഫുൾ ടാർഗറ്റ് വന്നിട്ടുണ്ട്, പക്ഷെ എല്ലാവരും എടുത്തോ ഇല്ലയൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ കൊടുത്ത ഒരു XAUSD ഗോൾഡിൻ്റെ ലെവൽസാണ്. ഗോൾഡ് ഒരു 10 പോയിൻ്റ് അടുപ്പിച്ച് വന്നിട്ടുണ്ട്, ഒരു 7 പോയിൻ്റ് വരെ ഡൗൺ വന്നിട്ടുണ്ട്. അതിപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് എത്ര മണിക്ക് ആക്റ്റീവ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 14:54 2:54 ആക്റ്റീവ് ആവണത്. 2 മിനിറ്റ് കൊണ്ട് തന്നെ അത് 14:56 ആകുമ്പോഴേക്കും നല്ലൊരു പ്രോഫിറ്റ് കിട്ടാവുന്ന ഒരു ട്രേഡാണ് ഗോൾഡിൻ്റെ. ഞാൻ പറഞ്ഞു പോയപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞു പോയെന്നുള്ളൂ കേട്ടോ. നമ്മൾ ചാടിക്കയറി ഗോൾഡ് എടുക്കാനൊന്നുമല്ല. ആ ലെവൽസ് വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. തിരിച്ച് കയറുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ട്രേഡ് കിട്ടിയത് ഇതാണ്. 24,850 PE-യിലാണ് നമുക്ക് ഫസ്റ്റ് ട്രേഡ് വന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ പ്രോഫിറ്റുകൾ നിങ്ങൾക്ക് ഈസിയായിട്ട് എടുക്കാൻ പറ്റും. SL വരില്ല എന്നൊന്നുമില്ല കേട്ടോ. ഏത് മെത്തേഡാണെങ്കിലും SL വരും. പക്ഷേ SL-നെ എത്രത്തോളം കൺട്രോൾ ചെയ്യുന്നുള്ളതാണ് നിങ്ങളുടെ വിജയം, മനസ്സിലായില്ലേ? SL വരും. നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് വരുമ്പോൾ നിങ്ങൾ ഫുൾ പ്രോഫിറ്റും മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇവിടെ നമുക്ക് 116.80 എൻട്രി ഉണ്ടായിരുന്നത്. അവിടെ നോക്കുക, നമ്മുടെ കണ്ടീഷൻ അവിടെ നോക്കുക കേട്ടോ. ബൈയേഴ്സ് ക്ലോസ് ചെയ്യണം. ഇതാണ് ഈ ഗ്രീൻ ക്യാനിലാണ് നമ്മുടെ ബൈയേഴ്സ് ക്ലോസിങ് ക്യാനിൽ. റെഡ് ക്യാനിൽ എന്ന് പറഞ്ഞാൽ ഈ ക്യാനിലാണ്. റെഡ് ക്യാനിൽ വന്നാലേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. അവിടെ ട്രേഡ് എടുക്കാം. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് എടുക്കാനാണെങ്കിൽ ഇത്തിരി അടിക്ക് വന്നിട്ടുണ്ട്. ഒരു 2 രൂപ വ്യത്യാസം നമുക്ക് കിട്ടും. 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്താണെങ്കിലും നല്ല രീതിക്ക് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അവിടെ 50 പോയിൻ്റ് മൂവ്മെൻറ്റാണ് കിട്ടിയേക്കണത്. ഇതൊരു 10-15 മിനിറ്റ് കൊണ്ട് കിട്ടും കേട്ടോ. ഈ 50 പോയിൻ്റ് മൂവ്മെൻറ്റ് 10-15 മിനിറ്റ് കൊണ്ട് കിട്ടുന്ന ഒരു മൂവ്മെൻറ്റാണ്. നമ്മളെപ്പോഴും ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മൊമെൻറ്റത്തിലാണ്. എപ്പോഴും മൊമെൻറ്റാണ് നമ്മൾ ക്യാച്ച് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റുകൾ വരാൻ സാധ്യതകളുണ്ട്. പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നൊരു സംഭവം ഡേ ഹൈ ആണ് കേട്ടോ. ഈ ഡേ ഹൈ എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ ഇപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഡേ ഹൈയുടെ മുകളിലേക്ക് കയറുമ്പോൾ
പിന്നെയും നല്ല മൂവ്മെൻറ്റുകൾ ഫ്രഷ് ബൈങ്ങുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് ഞാൻ ഒരു ടിപ്പായിട്ട് പറഞ്ഞതാണ്, നിങ്ങൾക്കത് യൂസ് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കി നോക്കുക. പിന്നെയും നമ്മൾ ഈ എൻട്രി പറഞ്ഞ പോലെ തന്നെയാണ് പിന്നെയും വന്ന് ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ട് റിജക്റ്റ് ആക്കി പിന്നെയും കാണാണ്ടില്ല. അപ്പോൾ ആ ഒരു പൊസിഷന് ബൈങ് പ്രഷറുണ്ട്, മനസ്സിലായില്ലേ? അവിടെ ഒരു ബയേഴ്സിൻ്റെ കൺട്രോളുള്ള ഏരിയ അത് സെല്ലേഴ്സിൻ്റെ കൺട്രോളിലേക്ക് തന്നെ ആയിക്കോളും. ഇപ്പോൾ അത് ബയേഴ്സിൻ്റെ കൺട്രോളിലാണ്, അതുകൊണ്ട് ഇത്തിരി കയറി പോണത്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബിലിറ്റി കുറഞ്ഞിട്ടുള്ള എൻട്രികളാണ് കേട്ടോ, അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ നമുക്കുണ്ടായിരുന്നത് 55-300 രൂപയിലാണ്. 55-300 രൂപയിൽ നമുക്ക് ഇത്തിരി മുകളിൽ നിന്ന് എടുക്കേണ്ടി വരും. സെയിം കണ്ടീഷൻ തന്നെയാണ്, ഒരു 302 എടുക്കേണ്ടി വരും. ഞാൻ 256 പ്രൈസ് ഉണ്ടായിരുന്നത്, 302 എടുക്കേണ്ടി വരും. ഒരു 12 രൂപ 13 രൂപ വ്യത്യാസത്തിന് നമ്മൾ 30 പോയിൻ്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ എസ്സിലിടുക. അപ്പോൾ നമുക്ക് 12 പോയിൻ്റ് വ്യത്യാസം എടുക്കാമെന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ 3 പോയിൻ്റ് വ്യത്യാസത്തിന് മുകളിൽ എടുക്കണ പോലെ തന്നെയുള്ളൂ. അത്ര മനസ്സിലാക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്തവർക്കാണത് 150 പോയിൻ്റ് പോയിക്കണം. 150 പോയിൻ്റാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അത് നിസ്സാര ഒരു പരിപാടി അല്ലാതെ ഞാൻ വിചാരിക്കണം. ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യണവർക്ക് അറിയായിരിക്കും. 150 പോയിൻ്റ് ഈസി ടാസ്ക് അല്ല ബാങ്ക് നിഫ്റ്റിയിലൊന്നും. കൺസോൾട്ടേഷനാണ് നമ്മൾ കാണുക, ആ ലെവൽസിൻ്റെ മുകളിൽ നല്ല കൺസോൾട്ടേഷനാണ്. പിന്നെ ഇത് സെൻസസ് ആണ്. സെൻസസ് നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആണ്, പക്ഷേ എന്ന് വെച്ചാൽ ഭയങ്കര ഹൈയിലാണ് പ്രൈസ്. 330 262 മേടിക്കാൻ പറഞ്ഞ പ്രൈസാണ് 330 നിൽക്കുന്നത്. 60 പോയിൻ്റ് വ്യത്യാസം, നമ്മൾ 40 പോയിൻ്റ് എസ്സിലാണ്. ഇവിടെ ലിമിറ്റിൽ തൊട്ടാൽ വരുന്ന എസ്സിൽ പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രേഡിൽ വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, അത് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരു സിനാരി നടക്കാൻ കണ്ടില്ലേ, മാർക്കറ്റിൻ്റെ ഇപ്പോൾ അവസാന സെക്ഷനിലാണ്, ക്ലോസിങ് സെക്ഷനിലാണ്. ക്യാൻഡിൽസ് അടിയിലേക്ക് ഇറങ്ങി തിരിച്ച് കയറുന്ന സമയത്ത് ഒരു മൊമെൻ്റ് അവിടെ വരാനുണ്ട്, ഈ ഗ്രീൻ ക്യാൻഡിൽ. അപ്പോൾ തിരിച്ച് കയറുമ്പോൾ ഒരു മൊമെൻ്റ് വരുന്നില്ലേ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കയറി എഗെയിൻ ഈ ബയ്യേഴ്സ് കയറുന്നതാണ്. ഈ പൊസിഷനിൽ 262 കുറച്ച് ബയ്യേഴ്സ് ഇനിയും നിൽക്കുന്നുണ്ട്. കാരണം കണ്ടീഷൻ ഇവിടെ ആക്ടിവേറ്റ് ആയി പിന്നെയും തിരിച്ച് കയറുന്നതാണ്. അതൊക്കെ നടക്കും കേട്ടോ, അതൊക്കെ നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യങ്ങളാണ്. പിന്നെ നമുക്കുണ്ടായിരുന്ന 24,900 സീരാണ്, 284.70. വലിയ പ്രീമിയം ആയിട്ട് നിങ്ങൾ നോക്കണ്ട, അടിയിലൊരു ലെവൽ കൊടുത്തിട്ടുണ്ട് 230-60. ഈ സ്ട്രൈക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുള്ള സ്ട്രൈക്കാണ്. ഈ പ്രൈസുകളും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ രാവിലെ 7 സ്റ്റോറി ഇട്ടിട്ടുള്ള സ്ട്രൈക്കാണ്. 230, 284 2 ലെവലും അതിൽ എടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഇറങ്ങുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നോക്കിയാലും മതി. അപ്പോൾ 24,900 സി നമുക്ക് അടിയിൽ നിന്ന് എൻട്രി കിട്ടേണ്ടതാണ്. അവിടെ ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മുകളിലത്തെ ലെവൽ നോക്കി, പ്രീമിയം കൂടുതലായതുകൊണ്ട് ഞാൻ വേറെ സ്ട്രൈക്കും കൂടി പ്രീമിയം കുറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ അത് ആക്ടിവേറ്റ് ആയിട്ട് 10-30 പോയിൻ്റ് തന്നിട്ടുണ്ട്. അവിടേക്ക് ഞാൻ വരാം. തൽക്കാലം ഇത് നോക്കുക. ഈ ലെവലും കൊടുത്തിട്ടുണ്ട്, ആ ലെവലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ട്രേഡ് എടുക്കുക, ഇത്തിരി ബാലൻസ് ഉള്ളവർ, അതായത് ക്യാപിറ്റൽ ഉള്ളവർ ഇതെടുക്കാൻ പറ്റും, ഈസിയാണ്. ഇത് 50 പോയിൻ്റ് പോലുള്ള ട്രേഡാണ്. കണ്ടീഷനൊക്കെ സെയിം തന്നെയാണ്. ആ ലെവലിൻ്റെ മുകളിൽ നമ്മുടെ ഈ റെഡ് ക്യാനിൽ വരണം. റെഡ് ക്യാനിൽ വന്നത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റില്ല ഒരിക്കലും. 295 11 പോയിൻ്റ് വ്യത്യാസമുണ്ട്. ഒരു 3 പോയിൻ്റ് അല്ലെങ്കിൽ ലിമിറ്റിൽ എടുക്കാനാണ് ഞാൻ പറയാറ് എപ്പോഴും. കറക്റ്റ് 1 പോയിൻ്റ് വ്യത്യാസം നമുക്കിത് കിട്ടും. 255 1 രൂപ വ്യത്യാസമില്ല, ഒരു 50 പൈസ 60 പൈസ വ്യത്യാസമാണ് നമുക്ക് ഈ ട്രേഡ് കിട്ടുക. അങ്ങനത്തെ ഒരു ട്രേഡ് നമുക്ക് എടുക്കാം. അത് കറക്റ്റ് 50 പോയിൻ്റ് പോയിട്ടുള്ള ട്രേഡാണ്. കറക്റ്റ് 50 പോയിൻ്റ് പോയിട്ട് റിവേഴ്സലായി. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷൻസിലാണ് ട്രേഡ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതേപോലത്തെ ഒരു ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഒരു 85 പോയിൻ്റ് കിട്ടിയാണത്. കണ്ടീഷൻ കറക്റ്റായിട്ട് ഇതിങ്ങനെ ലിമിറ്റിൽ തന്നെയാണ് പോയിക്കണത്. കറക്റ്റായിട്ട് 3 മിനിറ്റിൽ 4 മിനിറ്റ് ലിമിറ്റിൽ വന്നിട്ട് ലിമിറ്റിൽ എടുക്കുക ഈസി ആയിട്ട്. പക്ഷേ 85 പോയിൻ്റേ പോയിട്ടുള്ളൂ. ഇവിടെയൊക്കെ നേരത്തെ പറഞ്ഞ മെത്തേഡുകൾ ട്രൈ ചെയ്യാൻ വരും കേട്ടോ. അതായത് 600 എന്ന് പറഞ്ഞ ലെവൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 600ൻ്റെ അടിയിലേക്ക് ക്യാൻഡിൽസ് വന്ന് കുറച്ചൊരു അടിയിൽ നിന്ന് കയറുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് പിന്നെയും ട്രേഡ് ആക്ടിവേഷൻ ഉണ്ട്, മനസ്സിലായില്ലേ? അവിടെ വേണമെങ്കിൽ ഫ്രഷ് ബയേഴ്സ് പിന്നെയും വരും. പക്ഷെ ഇത് കുറേ നേരം കൺസോൾട്ടേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് പ്രോഫിറ്റിക്ക് പോകുന്നത് മാത്രം. ഇവിടെ കണ്ടില്ലേ, ഇഷ്ടംപോലെ നേരം ആ ഒരു ഒറ്റ ട്രേഡ് അവിടെ കിട്ടിയത് ഇഷ്ടംപോലെ നേരമാണ് കൺസോൾട്ടേഷൻ വരുന്നത്. ഇപ്പോഴൊരു 100 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഫിറ്റിക്ക് പോയിട്ടില്ലേ, 600-700 എത്തിയിട്ടില്ലേ. പക്ഷെ ഒരു 1:2, 3 ഒക്കെ കിട്ടും, അതൊക്കെ ഈസിയാണ്. ഇത് 81-800 സി ആണ്. സെൻസസിലത്തെ ട്രേഡാണ് കേട്ടോ, എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ട്രേഡാണ്. നല്ല മൊമെൻറ്റം രാവിലെ വന്നത് നമുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു മൊമെൻറ്റത്തിൽ നമുക്ക് സെൻസസ്, ബാങ്ക് നിഫ്റ്റി എല്ലാത്തിലും ആക്ടിവേറ്റ് ആയിട്ടായിരുന്നു. ഏതൊരു വേണമെങ്കിലും ട്രേഡ് എടുക്കാം. ഏതൊരു സെഗ്മെൻറ്റിൽ ട്രേഡ് എടുത്താൽ നിങ്ങൾ ഫുൾ ടാർഗറ്റ് പോകും. അങ്ങനത്തെ ഒരു ട്രേഡാണത്. ഈസിയായിട്ട് ഫുൾ ടാർഗറ്റ് പോകാൻ പറ്റുന്ന ട്രേഡാണ്. അങ്ങനെയാണ് 200 പോയിൻ്റ് പോയി എടുത്തവർക്ക് 200 പോയിൻ്റ് 100 പോയിൻ്റൊക്കെ വെച്ച് ഇങ്ങനെ കിട്ടും. പിന്നെ 25-100 സി ആണ് കേട്ടത്. ഫസ്റ്റ് ട്രേഡ് നമുക്ക് ഒരു 30 പോയിൻ്റ് 35 പോയിൻ്റൊക്കെ വന്നിട്ടുണ്ട്. 30 പോയിൻ്റ് വന്നിട്ടുണ്ട് ഫസ്റ്റ് ട്രേഡ്. പിന്നത്തെ 2 ട്രേഡ് നമുക്ക് എസ്എല്ലാണ്. ഒന്നും ചെയ്യാല്ല, എസ്എൽ വരുന്നതിന് ഒന്നും ചെയ്യാല്ല. എസ്എല്ലിനെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ള കാര്യം ചെയ്യാവുള്ളൂ. ഭയങ്കര മൊമെൻറ്റം ഭയങ്കര കുറവാണ്. 2 വട്ടം ട്രൈ ചെയ്തു, 2 വട്ടം എസ്എൽ വന്നു. പക്ഷേ ഫസ്റ്റ് ട്രേഡ് നമുക്ക് 30 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ആ 30 പോയിൻ്റ് കറക്റ്റ് എടുത്തവരുണ്ടെങ്കിൽ ഈ 2 ട്രേഡ് വലിയ സീൻ വരില്ലേ, മനസ്സിലായി?
അപ്പോൾ ഇത്രയും കാര്യമാണ് പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷനെ കുറിച്ചിട്ട്. ഇത് പുതുതായിട്ട് കാണുന്ന ആൾക്കാർ മാക്സിമം നിങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ കയറിയിട്ട് നിങ്ങൾ ട്രേഡ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കമൻറ്റ്സ് നിങ്ങൾക്ക് ഇടാം. മനസ്സിലായില്ലേ? ഒരിക്കലും നമ്മൾ ഓടിക്കോ അടിക്കാന്ന് പറഞ്ഞ എൻട്രികൾ ഇവിടെ ഇടണില്ല. നിങ്ങൾക്കത് വെയിറ്റ് ചെയ്തിട്ട് മിനിമം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് എങ്കിലും എല്ലാവർക്കും ടൈം കിട്ടും ട്രേഡ് എടുക്കാൻ. നിങ്ങൾ മാക്സിമം എൻ്റെ ഇപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ ചാർട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കുക. ഞാൻ തരുന്ന സ്ട്രൈക്കിൻ്റെ ചാർട്ടിൽ തന്നെ ഇരുന്നിട്ട് അവിടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആകും. നിങ്ങളുടെ മുമ്പിൽ അത് കാണാൻ പറ്റും. അപ്പോഴാണ് നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത്. ചാടിക്കറിട്ട് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. വളരെ സാവധാനം പോകാൻ പറ്റണമെന്നാണ് ഞാൻ പറയുന്ന മെത്തേഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പേര് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 100 പേർക്കും ഒരുമിച്ച് എടുക്കാൻ പറ്റുന്ന മെത്തേഡ് പറഞ്ഞുകൊണ്ടേക്കണത്. നോക്കിയിരിക്കുകയാണെങ്കിൽ കേട്ടോ, ആ ടൈമിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ 100 പേർക്കും എടുക്കാൻ പറ്റും. 100 പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ആ 100 പേരിൽ 5 പേർക്ക് അല്ലെങ്കിൽ ഒരു 10 പേർക്ക് ട്രേഡ് എടുക്കുന്ന മെത്തേഡല്ല പറഞ്ഞുകൊണ്ടിരിക്കണത്. 100 പേരുള്ള ഗ്രൂപ്പ് 100 പേർക്ക് എടുക്കാൻ പറ്റുന്ന എൻട്രികളാണ് ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പോൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെയുള്ള ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് മനസ്സിലാക്കുക. ഇത് ക്യാഷ് പോകാനും ക്യാഷ് കിട്ടാനും ഹ്യൂജ് ചാൻസാണ്. രണ്ടിനും അൺലിമിറ്റഡ് ചാൻസാണ്. രണ്ടിനും നിങ്ങൾക്ക് ക്യാഷ് കിട്ടുകയാണെങ്കിൽ അൺലിമിറ്റഡ് ആയിരിക്കും. ക്യാഷ് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ഫുള്ള് പോകും. അങ്ങനത്തെ ഒരു മേഖലയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ കുറേ പാറ്റേൺസും കുറേ ക്യാൻഡിൽസ്റ്റിക്സും മാത്രം പഠിച്ചുകൊണ്ടൊന്നും ഇവിടെ ഒന്നും നടക്കില്ല. മനസ്സിലായില്ലേ? എല്ലാ പരിപാടികളും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി നിങ്ങൾ വന്ന് പഠിച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് പോയി പഠിച്ചാലും ശരി, അത് നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിലേക്ക് ഒരു പ്രോഫിറ്റിക്കൊന്നും വരില്ല. നിങ്ങൾ മന്ത്ലി ഒരു 5 ട്രേഡ് 6 ട്രേഡ് എടുക്കാനുള്ള ഉദ്ദേശമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ എൻ്റെ കൺസെപ്റ്റ് അങ്ങനെ, നമ്മൾ 1 മിനിറ്റാണ് നോക്കണത്. നമുക്ക് ഡെയിലി 5-6 ട്രേഡ് വരും. മനസ്സിലായില്ലേ? നിങ്ങൾ മാക്സിമം എല്ലാ ട്രേഡ് എടുത്ത് പോയാലാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇരിക്കാൻ പറ്റുള്ളൂ. എല്ലാ ട്രേഡ് എടുക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾ എൻ്റെ കണ്ടീഷൻസും നമ്മളെങ്ങനെ എത്ര നേരം ഹോൾഡ് ചെയ്യണം എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പോകണം. SL കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഇടണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താലാണ് നിങ്ങൾക്ക് പ്രോഫിറ്റിക്ക് പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ എൻ്റെ ഒരു അറിവെന്ന് പറയുന്ന കാര്യങ്ങളാണ്, എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. മാക്സിമം എല്ലാവരും പഠിച്ചിട്ട് ചെയ്യുക ട്രേഡിംഗ്. നോക്കി നമ്മളിവിടെ എൻട്രി മെത്തേഡുകൾ, ഞാൻ ആകെ ഒരു എൻട്രിയാണ് ഇവിടെ യൂസ് ചെയ്യണത്. ആ ഒരു എൻട്രി മെത്തേഡാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് കോഴ്സായിട്ട്. ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബേസിക് നോളജ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. ചോദിക്കണം എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിന് വേണ്ടി ഒരു കമൻറ്റ് ഇടുക മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഈ വീഡിയോയുടെ അടിയിൽ മനസ്സിലായില്ലേ? കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ട്രേഡർ എന്ന് മാത്രം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ ബേസിക് വീഡിയോ ട്രേഡിങ്ങിന് നിങ്ങൾക്ക് എന്താണോ പഠിക്കേണ്ടത് ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് തരുന്നുണ്ട്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡാണ്. ഞാൻ ചെയ്യണ ഒരു മെത്തേഡ് മാത്രമാണ് നിങ്ങൾക്കും പറയാനുള്ളൂ. ആ ഒരൊറ്റ മെത്തേഡ് കൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റിക്ക് വരാനും പറ്റും. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതെല്ലാവർക്കും പഠിച്ചെടുക്കുക. ഈസി ആയിട്ട് പോലെ തന്നെ അത് എക്സ്പെൻസീവും കൂടിയാണ്. രണ്ടും പറയാലോ ഞാൻ. എക്സ്പെൻസീവാണ് അത് അത്രയും യൂണീക്കാണ്. അത്രയും പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമുക്കൊരു ദിവസം എങ്ങനെയൊക്കെ കറക്റ്റായിട്ട് പ്രോഫിറ്റിൽ ഇരിക്കാൻ പറ്റും. എല്ലാ ദിവസവും റെഡ് കണ്ട് റെഡ് എന്ന് ഉദ്ദേശിച്ച് ലോസാണ് കേട്ടോ. ലോസ് കണ്ട് വയ്യാൻ്റെ ആരാവും പലരും. നിങ്ങൾക്കൊരു ഗ്രീന് ഡെയിലി കാണാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ളൊരു മെത്തേഡാണത്. നിങ്ങൾക്കിപ്പോൾ എത്ര ലോസ് വന്നാലും ആ റിക്കവർ ചെയ്തിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റിലിരിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ്. അതാണ് ഞാൻ പറയണത്. താല്പര്യമുള്ളവർക്ക് അത് വന്ന് പഠിക്കാവുന്നതാണ്. എക്സ്പെൻസീവാണ്. പക്ഷേ നിങ്ങൾ തരുന്ന ഫീയുടെ ഒരു 200% മുകളിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണത്. അതാണ് ഞാൻ ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക. ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. എല്ലാ ദിവസവും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യും. ഒന്നെങ്കിൽ ട്രേഡിംഗ് ഡേ കഴിഞ്ഞ് ആ ദിവസം വൈകിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഇടയ്ക്ക് ഞാൻ പോസ്റ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു ലെവൽസ് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ലെവൽസ് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ സ്റ്റോറി കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്താലാണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് വെച്ചേക്കുക അതിനൊക്കെ വേണ്ടിയിട്ട്. നാളെ ചൊവ്വാഴ്ചയാണ്. അടിപൊളി ട്രേഡിംഗ് ഡേ ആവട്ടെ. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി എക്സ്പയറി ഉള്ള ആഴ്ചയാണ് കേട്ടോ അത്. അപ്പോൾ നല്ല രീതിക്കുള്ള മൂവ്മെൻറ്റ് നടക്കും. ഒന്നാമത്തെ കാര്യം അത് മൂവ്മെൻറ്റ് നല്ല രീതിക്ക് നടക്കും. ലാസ്റ്റ് ടൈമിനൊക്കെ ആയിരിക്കും വലിയ മൂവ്മെൻറ്റ് വരിക. അതേപോലെ തന്നെ സെല്ലേഴ്സിൻ്റെ പ്രഷർ നല്ല രീതിക്ക് ഉണ്ടാകും. കൺസോൾട്ടേഷൻ നല്ല രീതിക്ക് കിട്ടണ ഒരാഴ്ചയും കൂടിയാണ്. അപ്പോൾ രണ്ടും നടക്കാവുന്ന ഒരു ആഴ്ചയാണ്. അപ്പോൾ നിങ്ങൾ മോർണിംഗ് സെക്ഷനിലൊക്കെ കറക്റ്റായിട്ട് വന്നിട്ട് പഞ്ചറായിട്ട് എല്ലാ ട്രേഡും എടുത്ത് പോകാൻ ശ്രമിക്കുക. മോർണിംഗിലൊക്കെയാണ് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ ഈ ആഴ്ച. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് തീരാൻ പോകുന്ന ടൈം ഒരു 2 മണിക്ക് ശേഷമാണ് നല്ല മൊമെൻറ്റം വരിക. നല്ല ഹൈ മൊമെൻറ്റം വരും 2 മണിക്ക് ശേഷമൊക്കെ. അത് മന്ത്ലി എക്സ്പീരിയുടെ പ്രത്യേകതയാണ്. ബാങ്ക് നിഫ്റ്റി 29 എക്സ്പീരി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വോളാറ്റിലിറ്റി
മൊമെൻറ്റം ഈ രണ്ടും വരണോണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നാളെ ചൊവ്വാഴ്ചയാണ്. അടിപൊളി ട്രേഡുകൾ കിട്ടട്ടെ, നല്ല പ്രോഫിറ്റുകളൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഓക്കെ ബൈ.